ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയ. എൻ്റെ പ്രിയപ്പെട്ട ഒത്തിരി സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമെത്തുന്നു. അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടായിരുന്നോ? കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. പിന്നെ ഇന്നത്തെ വീഡിയോ കാണുക. നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ലയോ? ആൾക്കാരിപ്പോൾ കുറവാണ് കാണുന്നത്. ഇപ്പം എത്രമാത്രം ഇൻസ്റ്റ കാണണം, ഫേസ്ബുക്ക് കാണണം, യൂട്യൂബ് കാണണം. അപ്പം പുതിയതല്ലേ എല്ലാവരും പോയി നോക്കുന്നത്. നമ്മളെ പഴയവരെ എങ്ങ് തഴയും. എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ളത് പോയി കാണും. നമ്മൾ ഞാനാണെങ്കിലും അങ്ങനല്ലേ. പിന്നെ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പിട്ട് ഷീല ചോദിച്ചായിരുന്നേ. ഷീല വെളിയിൽ നിന്ന് അച്ചാർ വാങ്ങിച്ച്, കടയിൽ നിന്ന് കണ്ടത് അച്ചാർ വാങ്ങിച്ചു. അതിന് വീര്യം കൂടുതലാണ്. വിജി എന്തോലും ചെയ്താൽ അതിൻ്റെ വീര്യം കുറയുമോന്ന്. അപ്പം ഞാൻ പറഞ്ഞ അറിയത്തില്ല എന്ന് പറഞ്ഞ് എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ 2 ദിവസം ഇങ്ങനെ ചിന്തിച്ചോണ്ട് ഞാൻ ചിന്തിക്കും, ഇപ്പം നമ്മൾ ബിസിനസ് ചെയ്യും, ആർക്കെങ്കിലും കൊടുക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ വീട്ടിലാവുമ്പം ഞാൻ നോക്കിയിട്ട് ഞാൻ ചിന്തിക്കുക, ഇപ്പം എന്തോത്തിൻ്റെ അച്ചാറാണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം നാരങ്ങയോ മാങ്ങയോ അങ്ങനെ വല്ലതും ഉള്ളതാണെങ്കിൽ കുറച്ചുകൂടെ ഇച്ചിരി നാരങ്ങ വാങ്ങിച്ചിട്ട് വിനാഗിരി ഒഴിക്കാതെ ബാക്കിയെല്ലാം ഇച്ചിരി മസാലകളെല്ലാം ഇട്ടൊന്ന് ചെയ്തിട്ട് അതുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പം ചിലപ്പം ഒന്ന് ശരിയാവുമായിരിക്കാം. നമ്മൾ ഉണ്ടാക്കുന്നത് വിനാഗിരി ഒഴിക്കണ്ട, ബാക്കിയെല്ലാം ഇച്ചിരി മുളക് പൊടിയും അങ്ങനെയൊക്കെ ചേർത്ത് ഒന്ന് ഉണ്ടാക്കി നോക്ക്. പിന്നെന്തുവാ, ഈ ഉപ്പും പുളിയൊക്കെ കൂടിയ പിന്നെ നമുക്കൊന്നും, എരിയൊക്കെ കൂടിയ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ പഠിപ്പീര, അതിൻ്റെ ബഹളമായി കേൾക്കുന്നത്. മാത്സ് നാളെ പ്രൈസിന് മാത്സാണ്. അപ്പം പോളിന് പോളിന് പഠിപ്പിക്കാൻ അവനെങ്ങനെയാണോ ഇപ്പം അധ്യാപകരെ വരെ ഇപ്പം പണ്ട് പോളിനെ പപ്പ പഠിച്ചപ്പം ഇങ്ങനെ വലിയ ഷൗട്ടിലൊക്കെ അല്ലേ പഠിപ്പിച്ചത്. അപ്പം അവനത് പ്രൈസിനോട് കാണിക്കും. എന്നിട്ട് ഞാൻ ചെന്ന് നിൽക്കുന്ന ഉടനെ അവൻ എന്നെ ഇങ്ങനെ നോക്കിയിട്ടൊന്ന് ചിരിക്കും. അവൻ മനഃപൂർവ്വം കൊച്ചിനായിട്ട് വരട്ടും. അവൻ പ്രൈസിനത് കേൾക്കുന്ന ഉടനെ പ്രൈസിന് മനസ്സിലായതില്ല. പിന്നെ ഒരു വിധത്തിൽ രണ്ടിനെയും കൂടെ ഒപ്പിച്ചിരുത്തിയേക്കോ ഞാൻ. അവനിലെ ഇതായിട്ട് പറഞ്ഞു കൊടുക്കും. മറ്റവനത് എഗ്രി ചെയ്യാൻ വയ്യ. അവനും ഒന്ന് താഴാൻ വയ്യ, ഒച്ചവനും ഒന്ന് താഴാൻ വയ്യ. പിന്നെന്താ, അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, എടാ സൗണ്ട് കുറേടാ ഇച്ചിരി. അന്നേരം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ചേനത്തണ്ടൊക്കെ തോരൻ വെക്കുന്ന കാര്യം. ഞാൻ പണ്ട് ചേമ്പൻ താളിട്ട് കറി വെച്ചിട്ടുണ്ട്, ചേനത്തണ്ട് തോരൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ വാട്സപ്പിലാണ് എനിക്കെല്ലാം മെസ്സേജ് ഇടുന്നത്, പാലായിലാണ്. അപ്പോൾ എന്നോട് പുള്ളിക്കാർ പറയുമായിരുന്നു, വിജി ഈ ചേന കിളിർത്തിങ്ങോട്ട് വരുമ്പോൾ നാമ്പുണ്ടല്ലേ, ആ നാമ്പ് തോരൻ വെച്ചാൽ ചീരത്തോരനും മാറി നിൽക്കും, നല്ല ടേസ്റ്റാണ് വിജി പറഞ്ഞത് ശരിയാണ്. നമുക്ക് പറമ്പിലോട്ടൊക്കെ പോയാൽ എന്തെങ്കിലുമൊക്കെ പോയി പറിക്കാം. പക്ഷെ ഞാൻ അത് അങ്ങനെ കഴിച്ചിട്ട്, ഇനി അമ്മയ്ക്കെങ്ങാനും അറിയാമെന്നറിയാം. ഈ ചേനത്തണ്ട് ഞാൻ തോരൻ വെച്ചിട്ടുണ്ട്, ഈ വരുന്ന നാമ്പിൻ്റെ ആ ഇല തോരൻ വെച്ചിട്ടില്ല. അതൊക്കെ നമുക്ക് ശരീരത്തിന് ഗുണങ്ങളല്ലേ നമ്മുടെ ഈ വീട്ടിലുള്ളത്. പയറിലയും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ തോരൻ വെക്കും. പണ്ടൊക്കെ ആൾക്കാർക്ക് അതിനൊന്നും ഒരു വാല്യൂ ഇല്ലായിരുന്നു. ഇപ്പോൾ എല്ലാവരും അതൊക്കെയാണ് നോക്കി നടക്കുന്നത്. പിന്നെ ഞാൻ എന്തോ ഇപ്പോൾ ഓർത്തായിരുന്നു. അതാണ്ട മക്കളുമാരെ, എൻ്റെ ഇവിടെ ഞാൻ ഇന്ന് രാവിലെ മൊത്തവും ജോലി ചെയ്യുമായിരുന്നു. എനിക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ 2-3 ഓർഡർ ഉണ്ടായിരുന്നു, ആദ്യമായിട്ട് ചെയ്യുമായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ ഒരു ഉച്ചയൊക്കെ ആയണേ ഈ കൈക്കലത്തൂടി കഴുകിയിട്ടൊക്കെ ഇങ്ങനെ പിഴിയാൻ നേരം ഇവിടെ നിന്ന് ഭയങ്കര വേദന, എനിക്ക് സഹിക്കാൻ വയ്യ. നമുക്ക് ഇങ്ങനെയൊക്കെ ചിലപ്പോൾ എനിക്ക് മനസ്സിലാവത്തില്ല, ചിലപ്പോൾ ബൈ ചാൻസ് നമ്മളെന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു കൊളുത്തിപ്പൊടി പോലെ അകത്ത് എന്തോ. പിന്നെ കോൾമോൻ്റെ അടുത്ത് പറഞ്ഞ് നാട്ടിൽ നിന്ന് ഇത്തിരി തൈലം കൊണ്ടുവന്നതുണ്ടേ, ഞാൻ എന്തോ ഒരു സൈസ് സന്ധി എണ്ണയെന്ന് അങ്ങനെ കണ്ടുള്ള നല്ല പച്ച കളറുള്ള ഇതാണ്. അതിന് നല്ലൊരു മണമുണ്ട്. അതിനെ കൊണ്ട് കൊച്ചിനെ കൊണ്ട് വെച്ച് തേപ്പിച്ച് നമ്മൾ ഇതേന്നും പറഞ്ഞ് ഇരുന്നാലും പറ്റത്തില്ല. ചിലത് എവിടാന്നും മനസ്സിലാവത്തില്ല. പക്ഷെ ബൈ ചാൻസ് ഇടയ്ക്കൊരു നല്ല കൊളുത്തിപ്പിടുത്ത് പോലെ. ഇനി നമുക്ക് എൻ്റെ പാടാദുരിതം കേട്ട് നിങ്ങളിരിക്കേണ്ട, ഞാൻ ഇനി വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അന്നേരം ഞാൻ അത്രയും അങ്ങ് ഗ്യാപ്പ് ഇട്ടത് എന്താണെന്നോ ഒന്നും പറയാതെ ആ കാക്കകളുടെ സൗണ്ട് കേൾക്കാനാ.
എനിക്കതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ കേട്ട് കേട്ടങ്ങ് മടുത്തതായിരിക്കും. നമുക്കൊക്കെ ഇതൊന്ന് കേൾക്കാൻ ഭയങ്കര, സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഞാൻ അതിനെ വഴക്ക് പറഞ്ഞിട്ട് ദിവസം പറഞ്ഞു, ഞാൻ സുഹൃത്തിൻ്റെ ഒരു കളിയാക്കൽ പോലെ പറഞ്ഞ് ഞാൻ കമൻറ്റ് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളെത്രയും കാക്കകളെപ്പോൾ കാക്കയെ പന്ന കാക്ക എന്നൊക്കെ പറഞ്ഞാലും രാവിലെ ഇതുങ്ങളുടെ ഈ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടേ ജോലി ചെയ്യാൻ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു എന്താ പറയുന്ന ഒരു നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഇത് കിട്ടും. ഈ കാക്കകളുടെയും കുയിലുകളുടെയൊക്കെ കരച്ചിൽ. ഇനി എല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയത്തില്ല, എനിക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ. ഇനി നിങ്ങൾ എന്തൊക്കെയോ ഇതെന്താ വട്ടുതരമായി പറയുന്നതെന്ന്. ആന്ന് സത്യം, എനിക്ക് രാവിലെ ഈ കാക്കകളുടെ കരച്ചിൽ കേൾക്കുന്ന ഒരു ഭയങ്കര സന്തോഷമാണ്. അപ്പം ഞാൻ ചായ നമ്മുടെ ലെമൺ ഗ്രാസും ഇച്ചിരി ഇഞ്ചിയും കൂടെ, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചതച്ചിട്ട്, അപ്പോൾ രണ്ടിൻ്റെയും കൂടെ ഫ്ലേവർ ആകുമ്പം കഴിച്ചാൻ ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടം. ചിലർ ഏലക്കായ ഇടും, ചിലർക്ക് ഈ ഏലക്കായൊക്കെ ഇടുന്നതൊന്നും ഇഷ്ടമല്ല. ഞാൻ ഈ ഇഞ്ചിയൊക്കെ ഇവിടെ ബോംബെ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ചായയിൽ ഇഞ്ചിയൊക്കെ അങ്ങനെ ഇടുന്നത്. അപ്പോൾ ഞാൻ അതൊന്ന് തിളപ്പിച്ച് അവിടെ ഇട്ടു. പിന്നെ രാവിലെ അങ്ങ് കുടിക്കാൻ വെള്ളം വെച്ചു. ഇനിയിപ്പം പാസ്ത, ഇതിപ്പം ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്ന, ഞാൻ അന്ന് ഞാൻ നേരത്തെ ഈ നമ്മുടെ ഈ വട്ടാണ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കൂടുതലുള്ള സമയത്ത് നമ്മളെടുത്ത് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുമല്ലേ, അന്ന് ഞാൻ ചെയ്തതെന്ന് പറയുന്നത് ഇച്ചിരി തിളച്ച വെള്ളത്തിലൊക്കെ ഇട്ട്, അങ്ങനെ തണുത്ത വെള്ളത്തിലൊക്കെ ഇട്ട് അങ്ങനെ ആയിരുന്നു. പക്ഷേ ഇതെന്ന് പറയുന്നത് ഞാനങ്ങനെ ഈ കഴിഞ്ഞ ഈ പ്രൈസനെ ഇങ്ങനെ ഞങ്ങൾ ഇപ്പം അവനെ അങ്ങനെ വിളിക്കാൻ ചിലപ്പോഴൊക്കെ പോകാറുള്ളൂ. അവിടെ പോയി നിൽക്കുന്നുണ്ടേ ഇങ്ങനെ കുറേ പിള്ളേരുടെ പേരൻസും കാണുമല്ലോ. അപ്പം ഇങ്ങനെ ഓരോ സംസാരിക്കുന്ന സമയത്ത് ഈ വട്ടാണയൊക്കെ ഉള്ള സമയത്ത് അവരും മഹാരാഷ്ട്രീയനാണ് അവരും ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു നീ എങ്ങനെ വെക്കുന്നതെന്ന്. അന്നേരം അവൾ പറഞ്ഞു ഞാനങ്ങ് പൊളിച്ച് അതുപോലെ വെക്കുക. ഞാൻ ചോദിച്ചു ഒന്നും കുഴപ്പം വരത്തില്ല ഇല്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇതിനൊരു കുഴപ്പവും ഇല്ല, പക്ഷേ അതിലൊരു ഇത്തിരി വല്ലാത്തൊരു ടേസ്റ്റിലൊരു വ്യത്യാസം എനിക്ക് വരുന്നുണ്ട് ഈ വട്ടാണയിൽ. അല്ലാതെ അത് പന്നലാവുമോ അതിൻ്റെ സ്കിന്നിന് പ്രോബ്ലം ആവുമോ അതൊന്നുമില്ല. പക്ഷേ ഈ ടേസ്റ്റിൽ വ്യത്യാസമുണ്ട്. എനിക്കൊന്ന് ഈ പച്ച ഇങ്ങനെ വെച്ചിട്ടായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇനി നെക്സ്റ്റ് ടൈം ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ആ പണ്ട് അന്ന് ഞാൻ ചെയ്തതുപോലെ ഇച്ചിരി ചൂടുവെള്ളത്തിൽ ഇട്ട് ഇങ്ങനെ പിന്നെ തണുത്ത വെള്ളത്തിലൊക്കെ ഇട്ട് അങ്ങനെ ചെയ്തതിൽ ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു, ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഇല്ലായിരുന്നു. ഇതിപ്പോൾ ഒരു 3-4-5 മാസം ആയെന്ന് തോന്നി ഞാൻ എടുത്ത് വെച്ചിട്ട്. ഇനി ഒരു വലിയ പാക്കറ്റ് കൂടി ഇരിപ്പുണ്ട്. ഇവർക്കൊന്നും ഇങ്ങനെ ഇതിൻ്റെ അകത്ത് മാഗിക്കകത്തോ ഇതിൻ്റെ അകത്തോ ഇങ്ങനെ ഇടുന്നത് പ്രൈസിന് കുഴപ്പമില്ല. പക്ഷേ ഒത്തിരി എനിക്കാണെങ്കിൽ ഒത്തിരി കിട്ടിയാലും ഇടയ്ക്ക് കടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊന്നും അതിഷ്ടമല്ല. അപ്പോൾ എനിക്ക് എന്തോ ഒത്തിരി കറിക്കകത്തിടാനും ആ ഒരു ടേസ്റ്റിൻ്റെ ഇതുകൊണ്ട് എനിക്കൊരു ഇവർക്കങ്ങനെ ഇഷ്ടപ്പെടുമോ എന്നറിയാതെ ഞാൻ ഈ മാഗിക്കകത്താണ് കൂടുതലും ഇടുന്നത്. പിന്നെ ഈ പാസ്തയ്ക്കകത്തും കുറച്ചിടും, അങ്ങനെ ഇടുന്നുള്ളത്. അപ്പോൾ നമ്മുടെ പാസ്തയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അന്നേരം ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞില്ലേ പാലായിൽ എൻ്റെ ആ ഒരു സബ്സ്ക്രൈബർ ഇങ്ങനെ ചേനയുടെ അത് പറഞ്ഞേ, പുള്ളിക്കാർ പറയുവാ വിജി മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു വലിയ ബുദ്ധിമുട്ടല്ലേ, അവിടെയൊക്കെ ഇഷ്ടംപോലെ മത്തി കിട്ടുന്നുണ്ടെന്ന്. ഇവിടെ മത്തിയില്ല, മത്തനും ഇല്ല, ഒന്നുമില്ല. ഈ ആമസോണിൽ നിന്നും അല്ലാതൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന ഓൺലൈനിൽ വാങ്ങിക്കുന്ന മീനേ ഉള്ള സമയത്ത് നമുക്ക് അതിൻ്റെ വില അറിയത്തില്ല. അന്നേരം രാവിലത്തേക്ക് കഴിഞ്ഞതിന് ശേഷമേ ഞാൻ പിന്നെ സാമ്പാർ വെക്കുക. ഞാൻ ബെൽറ്റ് കെട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഹെർണിയയുടെ ഓപ്പറേഷൻ കഴിഞ്ഞതാണ് വർഷങ്ങൾ, പ്രൈസമ്മോൻ ഉണ്ടാകുന്നതിന് മുമ്പിട്ടേ എൻ്റെ ഹെർണിയയുടെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ. ഇപ്പോഴെനിക്ക് ഇത്തിരി നേരമൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ നമ്മുടെ ആ ആംബ്ലിക്കൽ ഓപ്പറേഷൻ ചെയ്തെടുത്തേ ആംബ്ലിക്കൽ ഹെർണിയായിരുന്നു. ആ ഓപ്പറേഷൻ ചെയ്തെടുത്ത് എനിക്ക് നല്ല വേദനയൊക്കെയാണ്. അതുകൊണ്ട് ഞാനൊന്ന് ഇങ്ങനെ നമ്മൾ കുനിയുകയും ഞാൻ ഈ പാത്രമൊക്കെ കഴുകുന്നുണ്ടെങ്കിൽ ആ വയറ് ചെന്ന് അവിടെ തട്ടിയല്ലേ നിൽക്കുന്നത്. ആ സമയത്ത് ആ ഓപ്പറേഷൻ ചെയ്തെടുത്ത് നല്ല വേദനയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കെട്ടിയിട്ട് ഇങ്ങനെ ഈ ബെൽറ്റ് നമ്മൾ കെട്ടിയിട്ട് ഫ്രണ്ട് റൂമിലോട്ടൊക്കെ പോകും. അങ്ങനെയൊക്കെ പോകാനൊരു അന്നേരം പിന്നെ അഴിക്കേണ്ടി വരും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ജിയോ മാർട്ടിൽ പിന്നെ ഇസ്തിരിവാല ഇങ്ങനെ ഓരോരുത്തർ വരുന്നുണ്ടേ ഈ ഇങ്ങനെ ഞാനല്ലോ അപ്പച്ചനെ എണ്ണിപ്പിക്കണമെന്ന് പറഞ്ഞ് പോയി തുറക്കാൻ നേരം അന്നേരം ഇത് അഴിച്ചു മാറ്റണം. അതാ ബുദ്ധിമുട്ട് എനിക്ക്. ഇത് കെട്ടിയാൽ പിന്നെ ആരും ഇല്ലെങ്കിൽ അങ്ങനെ കെട്ടി അങ്ങ് നിൽക്കാം. കഴിഞ്ഞ ദിവസം എന്നോട് ആരായിരുന്നു ചോദിച്ചത്, അനീഷയാണെന്ന് തോന്നുന്നു, എന്താ ജിയോ മാർട്ടിൽ നിന്ന് സാധനം വാങ്ങിക്കുന്നതെന്ന്. ജിയോ മാർട്ടിൽ നിന്ന് സാധനം വാങ്ങിക്കുന്നത് ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് നമ്മൾ കടയിലൊക്കെ ഇപ്പോൾ സാധനം ഓർഡർ ചെയ്യുകയാണെങ്കിൽ രാവിലെ ചെയ്താലും ഏറ്റവും രാവിലെ നമ്മളൊരു 10 മണിക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ അവരൊരു 12 മണിക്ക് എപ്പോഴും കൊണ്ടുവരും. അഥവാ നമ്മളൊരു 11 മണിക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ വൈകിട്ട് 5 മണി കഴിഞ്ഞേ കൊണ്ടുവരത്തുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം ഈ ജിയോ മാർട്ടിലാണ് നമ്മൾ ഓർഡർ ചെയ്ത് ജിയോ മാർട്ടിലോ ബാക്കി എവിടെയും ബിഗ് ബാസ്ക്കറ്റിലോ എവിടെയും ചെയ്യുവാണെങ്കിൽ ഒരു 10-15 മിനിറ്റിനകം നമുക്ക് സാധനം കിട്ടും. പിന്നെ ചില സമയത്ത് ചില സാധനങ്ങൾക്ക് ഓഫറും ഉണ്ട്. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ നേരത്തെ ആണെങ്കിൽ ഞങ്ങൾ ഈ നമ്മുടെ ഈ കടയിൽ നിന്ന് തന്നെ സ്ഥിരം വാങ്ങിക്കുന്ന കടയാണെങ്കിൽ മാസം നമ്മളിങ്ങനെ അവർ സാധനം കൊണ്ടുവരും.
പിന്നെ അവർ വാട്സപ്പിൽ റീച്ചാൻ ബില്ലിട്ട് കൊടുക്കും. എന്നിട്ട് ലാസ്റ്റിൽ പിന്നെ മാസാവസാനം ചെന്ന് റീച്ചാൻ ബില്ല് പേ ചെയ്യുക. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇപ്പം പക്ഷേ ഇതൊരു ദോഷമുണ്ട്. ഈ റീച്ചാനാണെങ്കിൽ ചില സമയത്ത് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് വേണ്ടാത്തതൊക്കെ ഇങ്ങ് വാങ്ങിക്കും. ഒരു സമയത്ത് ഓർഡർ ചെയ്യുകയാണെങ്കിൽ പുള്ളി അങ്ങനെയും ചെയ്യും. ചില സമയത്ത് നമുക്ക് ലാഭം ചിലത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ റീച്ചാൻ്റെ ഈ ഓർഡർ ചെയ്യിക്കാൻ കാരണമാണ് നമുക്കിങ്ങനെ ഓരോ പ്രശ്നം വരുന്നത്. അല്ലെങ്കിൽ നല്ല സ്കീമാണ്. കടയിലൊക്കെ ആണെങ്കിൽ ഇല്ലാത്ത സെയിം പ്രൈസ് ആണെങ്കിൽ ഇവിടെ നമുക്ക് അതിനേക്കാൾ കുറച്ചൊക്കെ കിട്ടും. പിന്നെ പെട്ടെന്ന് കിട്ടും. ഇപ്പോൾ എനിക്കിപ്പോൾ തോരൻ ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുക, തേങ്ങ ഇല്ലെങ്കിൽ ഉടനെ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞാൽ ഞാൻ അരിഞ്ഞ് തീരുമ്പോഴത്തേക്കിന് തേങ്ങ ഇങ്ങെത്തും. ഞാൻ ഈ ഇടയ്ക്ക് ഈ വോയിസ് ഓവർ എത്ര നേരം ഇപ്പോൾ നിർത്തിയെന്നറിയാമോ? അവിടെ രണ്ടെണ്ണം കൂടെ നീ എന്നെ ഇങ്ങനെ പഠിപ്പിക്കണ്ട ഞാൻ ഒന്നും പറഞ്ഞു ഒരുത്തൻ എടാ ചോൻ എഴുതടാന്ന് പറഞ്ഞു ഒരുത്തൻ രണ്ടും കൂടെ ഭയങ്കര അതവിടെ. അപ്പോൾ ഇച്ചിരി ഞാൻ പറഞ്ഞു മീനുണ്ടായിരുന്നു. അത് ഞാൻ നമ്മൾ ഓൺലൈനിലാതെങ്കിലും മീനില്ലാതെ ഒരു നിവർത്തി ഇല്ലല്ലേ. അപ്പോൾ അതൊന്ന് കറി വയ്ക്കാനായിട്ട് എടുക്കുന്നുണ്ടേ. ഇന്ന് ഞാൻ ഇതുപോലൊരു പിന്നെ ഫേസ്ബുക്കിലൊരു വീഡിയോ കണ്ടോണ്ടേ. വിഴിഞ്ഞം ആ കടപ്പുറത്താന്ന് തോന്നുന്നു കുഞ്ഞു കുട്ടിച്ചൂരകൾ. ഈ പണ്ടൊക്കെ ആണെങ്കിൽ ആ കുട്ടിച്ചൂര നമ്മൾ കണ്ടാൽ വാങ്ങിക്കത്തേ ഇല്ല. ഇപ്പം ചിന്തിക്കുന്ന അതേലും കിട്ടിയാൽ മതിയായിരുന്നെന്ന്. അപ്പം നമ്മൾ ചിന്തിക്കും ഞാൻ ഇത് പറയാൻ കാര്യം ഞാൻ ഇവിടെ നമ്മുടെ അർബനിലെ ഒരു പിള്ളേർ ആര് വന്നാലും ഞാൻ അവരോട് ഇങ്ങനെ ചോദിക്കും, വീട്ടിൽ ആരുണ്ട്, ഹസ്ബൻഡിന് എന്തോ ജോലി, ഇതൊക്കെ ചോദിക്കും. അപ്പം ഞാനിത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെയോ ചേച്ചി ആ കൊച്ചിൻ്റെ കാര്യം ഇവിടെ വന്ന് പറയുന്നല്ലോ എന്ന്. അതല്ല ഞാൻ പറയാൻ കാര്യം. നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കും എൻ്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ പ്രശ്നങ്ങൾ ചുരുക്കം എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ പ്രശ്നങ്ങളുണ്ടെന്നല്ല. ചിലർക്കൊക്കെ ചിന്തിക്കുകയോ എന്താ എനിക്കിങ്ങനെ വരുന്നത്, എൻ്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ പ്രശ്നങ്ങളെന്നൊക്കെ. നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പം നമുക്ക് മനസ്സിലാവും നമ്മുടെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളാണ്. അതൊക്കെ വെച്ച് ഈ വരുന്ന കൊച്ചുങ്ങളെല്ലാം വീട്ടിലെ ഭർത്താക്കന്മാർ നേരം അല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ജോലിക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസം വന്നത് 1 മാസം ആയതേ ഉള്ളൂ അത് ജോലിക്ക് കയറിയിട്ട്. ഞാൻ ചോദിച്ചു ഇത്ര 3 കൊച്ചുങ്ങളുണ്ട്, 5ഉം 6ഉം 8ഉം വയസ്സുള്ള കൊച്ചുങ്ങളാണ്. അപ്പോൾ ഹസ്ബൻഡ് എന്തോ ചെയ്യുമെന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞ് ഇങ്ങനെ അവിടെ അടുത്ത് മലയാളിയുടെ അടുത്ത് എന്നോടത്ത് ജോലി ചെയ്യുവാന്ന്. പിന്നെ ഇങ്ങനെ ഞാനുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാണ് എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ അന്നേരം അങ്ങനെ പറഞ്ഞാൽ മാഡം. ഞാൻ ചോദിച്ചു നീ ഇവർക്കൊക്കെ ഈ പിള്ളേർക്ക് ഫുഡ് ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ചില സമയത്തൊക്കെ കിട്ടത്തുമില്ല. അങ്ങനെ ഞാൻ ചോദിച്ചു നീ വല്ലതും കഴിച്ചോന്ന്. അന്നേരം പറഞ്ഞ് ഞാൻ ചോദിച്ചു നീ ചെന്നിട്ടാണോ ഇനിയും ജോലിയും ചെയ്യേണ്ടിയത്, വീട്ടു ജോലിയും ചെയ്യേണ്ടിയത്? അന്നേരം പറഞ്ഞ് അല്ല അമ്മയൊക്കെ അടുത്ത് തന്നെ, അമ്മ അടുത്തുണ്ട്, അപ്പം അമ്മയുടെ അടുത്ത് പോയി കഴിക്കും. അന്നേരം പറഞ്ഞത് ഞാൻ ഹസ്ബൻഡും വേറെയാ, 2 കൊച്ചുങ്ങൾ ഇവളുടെ അമ്മയുടെ അടുത്തും 1 കൊച്ച് ഭർത്താവിൻ്റെ വീട്ടിലും. ഭർത്താവ് കൂടുതലായിട്ട് മാറി താമസിക്കുക. അയാൾ കുടിയും ബഹളവും ഒന്നും അവർക്ക് അന്വേഷിച്ച് കൊടുക്കത്തില്ല. അങ്ങനെ 1 മാസം ആയേ ഉള്ളൂ കൊച്ചിവിടെ ഈ ജോലിക്ക് കയറിയിട്ട്. അപ്പോൾ അവളുടെ ജോലി തീരാണെങ്കിൽ ഞാൻ ചോദിച്ചത് നിനക്ക് ജ്യൂസ് വേണോ, ഇച്ചിരി മഴ ഒന്ന് പെയ്തെങ്കിലും ചൂടുണ്ട്. ഞാൻ ചോദിച്ചത് നിനക്ക് ജ്യൂസ് വേണോ കോഫി വേണോ എന്ന് ചോദിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് ചായ മതി. മഹാരാഷ്ട്രീയൻ കൊച്ചായിരുന്നു. അന്നേരം അവൾ പറഞ്ഞ് എനിക്ക് എത്രയൊക്കെ അന്നേരം ഞാൻ ആഹാരം കഴിക്കാതെ ഇരിക്കാം, പക്ഷേ എനിക്ക് ചായ കിട്ടിയാൽ ഞാൻ എത്ര വേണേലും കുടിക്കുമെന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് അത് ചായ കുടിച്ചോണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഈ 1 മാസം കൊണ്ട് ആദ്യമായിട്ടാണ് ഒരാൾ എന്നോട് എന്തെങ്കിലും കുടിക്കാൻ വേണമെന്ന് ചോദിക്കുന്നതെന്ന്. ഞാനിപ്പോൾ കൊടുത്തിട്ട് പറയവല്ല. അപ്പം ഇങ്ങനെ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഇപ്പോൾ ആരെങ്കിലും വീട്ടിൽ വരുമോ ഇങ്ങനെ ജോലി ചെയ്യാനുള്ളവരൊക്കെ ആണെങ്കിൽ അവരും മനുഷ്യരല്ലേ. അപ്പോൾ അവൾ ഇത്ര നേരം ഞാൻ റെഡി ആരും ഇവിടെ വന്നാലും ഞാൻ അവർക്ക് എന്തുവാന്ന് വെച്ചാൽ ജ്യൂസാണ്. കാരണം 1 മണിക്കൂർ അതുങ്ങൾ നിന്ന് കഷ്ടപ്പെടുക. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം കൊടുത്താൽ ഇപ്പം എൻ്റെ ജോലികൾ ഇപ്പം ഞാൻ പല സമയത്തല്ലേ വിളിക്കുന്നത്. അപ്പം വരുന്ന സമയത്ത് ചിലപ്പം 3 മണിക്കൊക്കെ ആണെങ്കിൽ ഇവരൊക്കെ ഫുഡ് കഴിച്ചിട്ടായിരിക്കും. എന്നാലും ഞാൻ ചോദിക്കും നിങ്ങൾ കഴിച്ചോ ഇല്ലയോ എന്ന് ചോദിക്കും. കഴിച്ചില്ലെന്ന് പറയുവാണെങ്കിൽ ആഹാരം കഴിക്കാൻ പറയുവാണെങ്കിൽ അങ്ങനെ ആഹാരം വേണ്ട എന്തെങ്കിലും കുടിക്കാൻ മതിയെന്ന് അങ്ങനെ പറയും. ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും പ്രയാസം വരും, നമ്മളെല്ലാവരും ഭാരപ്പെടുകയോ നമുക്കെന്താ ഇങ്ങനെ വന്നതെന്ന്. അങ്ങനെ എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എല്ലാ കൊച്ചുങ്ങളുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്. അതിൽ 1-2 പിള്ളേരുടെ ഉണ്ട് ഹസ്ബൻഡ് നല്ല ജോലിയുള്ള, അവർ ജോലിക്ക് പോയില്ലെങ്കിലും അവരുടെ കുടുംബം നോക്കാം എന്നുള്ള രീതിയിലുള്ളവരും ഉണ്ട്. അപ്പം ചില കൊച്ചുങ്ങൾ പറയും ചില കസ്റ്റമറും ഉണ്ട് ഇവരെ അങ്ങ് ഒരു നീച്ച്, കാരണം ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിൽ നിങ്ങളോട് ഇടപെടുന്ന വ്യക്തികളും ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇവരുണ്ടല്ലോ എന്തെങ്കിലും കമ്പനിക്കാർക്ക് എന്തുവാ കസ്റ്റമർ വേണം. അപ്പോൾ ഈ പിള്ളേരെങ്ങാനും കമ്പനി കംപ്ലൈൻറ്റ് പറഞ്ഞാലും
അവർ പിന്നെ കസ്റ്റമറുടെ സൈഡേ നിൽക്കത്തുള്ളൂ. ഈ കസ്റ്റമറുകാർ അവർക്ക് പിന്നെ 1 hour ഇപ്പോൾ വിളിക്കുന്നതെങ്കിൽ അവരിങ്ങനെ ഓരോ ജോലി പറഞ്ഞ് ഇതുങ്ങളെ ഇങ്ങനെ പിടിച്ച്, കാരണം അതുങ്ങൾക്ക് പിന്നെ വേറെ ഒരു സ്ഥലത്ത് പിന്നെ പോകണ്ടേ. അപ്പോൾ അവിടെ നിന്നും അങ്ങനെ ഇല്ല എങ്കിൽ അവർക്ക് അവിടെ നിന്ന് ചെയ്യുന്നതിന് കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യം ആ കൊച്ചെന്നോട് പറയും, ഞാനിവിടെ സ്ഥിരം ഒരു 4-5 പ്രാവശ്യം വിളിച്ചാൽ കൊച്ചു പറയുമായിരുന്നു, മേഡം ഞാൻ എന്തോ ചെയ്യും, സമയം പോകണേ ഈ കൊച്ചിനെ വിടാതെ അവർ പറയാം, നീ ഇതുകൂടെ ചെയ്തിട്ട് പോയാൽ മതിയെന്നും പറഞ്ഞ് കതകിൻ്റെ അവിടെ ഇങ്ങനെ നിന്നെന്ന്. അപ്പോൾ ആ കൊച്ചു പറഞ്ഞു എനിക്ക് പോയേ ഒക്കത്തുള്ളെന്ന് പറഞ്ഞുകൊണ്ടേ ഈ കൊച്ചിനെ പറ്റി നെഗറ്റീവായിട്ട് കുറേ നമ്മളിതിന് റിവ്യൂ കൊടുക്കണമല്ലേ, ഫീഡ്ബാക്ക് കൊടുക്കണമല്ലേ, എഴുതി. അവൾ എപ്പോഴും മൊബൈലിലിരിക്കുക, എൻ്റെ പൈസ ചോരി, എൻ്റെ 500 രൂപ കട്ടെടുത്തെന്നും പറഞ്ഞൊക്കെ ഒരു കംപ്ലൈൻറ്റ് ഇട്ടെന്ന് പറയുന്നത്. ചില പിള്ളേരെ അവർക്ക് തന്നെ ബ്ലോക്ക് ചെയ്യുക, ഞാൻ ഇനി ആ കസ്റ്റമറുടെ അടുത്ത് പോകത്തില്ലെന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ സംഭവങ്ങൾ, എന്തൊക്കെ ഇപ്പം നമ്മളൊരു ഓഫീസിൽ ജോലി ചെയ്യുകയാണെങ്കിലും മേലധികാരികളുടെ വായിരിക്കുന്നതൊക്കെ നമ്മൾ കേൾക്കണ്ടേ. അപ്പം കാര്യം പറഞ്ഞ് റീച്ചാൻ കുറച്ച് പച്ചക്കറി വാങ്ങിച്ചായിരുന്നു. ഇതുണ്ടല്ലേ നമ്മുടെ ഞാവൽപ്പഴമാണ്. ഇതിന് ഭയങ്കര ഡിമാൻഡുമാണ്. ഇതിനൊരു സീസണുണ്ട്. ഇപ്പം ഞാവൽപ്പഴത്തിൻ്റെ സീസണാണ്. ഈ ഫ്രൂട്ട് എന്ന് പറയുന്നത് പെട്ടെന്ന് പന്നലാവുന്നേ. അതിൻ്റെ നമ്മുടെ കണ്ട ഗ്രേപ്സ് പോലെ ഇരിക്കും, കറുത്ത മുന്തിരി പോലെ ഇരിക്കും. അതിൻ്റെ മൂട് വശം അത്ര മധുരവും ഇല്ല. പിള്ളേരെ ഇത് തിന്നു കഴിഞ്ഞാൽ പിന്നെ നാക്ക് നമ്മൾ നോക്കിയാൽ മഷി പോലെ ഇരിക്കും. അപ്പം ഞാനത് ഇത്തിരി കൊണ്ടുവന്നത് 1 കിലോ 50 രൂപ. അപ്പം ഞാനത് കഴുകി ഇച്ചിരി ഉപ്പൊക്കെ ഒക്കെ ഇട്ട് കഴുകിയിട്ട് ഞാനത് ഫ്രിഡ്ജിൽ അങ്ങ് വെക്കും. ഞാനങ്ങനെ ഫ്രൂട്ട്സുകൾ ഫ്രിഡ്ജിൽ വെക്കാറേ ഇല്ല. പക്ഷേ ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യം നമ്മൾ കഴിക്കാൻ എടുക്കുന്നത് എത്രയാണെന്ന് വെച്ചാൽ അതെടുത്തിട്ട് വീണ്ടും അങ്ങ് ഫ്രിഡ്ജിലെടുത്ത് വെക്കും. അപ്പോൾ ഇത് പോള് വലിയ അടുത്ത് ഗ്രേപ്സാണെന്നും പറഞ്ഞ് വലിയ മുന്തിരിങ്ങാന്ന് പറഞ്ഞ് വന്ന് എടുത്തിട്ട് ഓണം തിന്നിട്ട് എടുത്തങ്ങ് കളഞ്ഞു. ഇതിൻ്റെ പൗഡറൊക്കെ കിട്ടും, ഷുഗറുകാർക്ക് നല്ലതാണ്, ഇത് ബെസ്റ്റാണ്. അന്നേരം ഞങ്ങളന്ന് ചായ കുടിക്കാൻ പോകണ ചായ വീണപ്പം റീച്ചാൻ ചായക്കാരനോട് പറഞ്ഞ് കുറച്ച് മധുരം പേരിന് വേണ്ടി മധുരം ഇട്ടാൽ മതിയെന്ന്. അപ്പോൾ അയാൾ പറയാ, ഇച്ചിരി മധുരം ഇട്ടങ്ങ് ചായ കുടിക്കണം, പിന്നെ എന്തോ ചെയ്യണമെന്നോ, ഈ ജാമൂനുണ്ട്, അവർ ജാമൂൻ എന്നാണ് ഹിന്ദി പറയുന്നത്, അതുണ്ടല്ലോ, അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് മധുരം ഇട്ട ചായ കുടിച്ചിട്ട് അത് 2 പഴം എടുത്ത് തിന്നണമെന്ന്. എപ്പം മധുരം കഴിക്കുന്നോ അന്നേരം 2 ഈ പഴം എടുത്ത് തിന്നണമെന്നാണ് പുള്ളി പറയുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ പൗഡർ കിട്ടും, അത് കലക്കി കുടിക്കാൻ. അപ്പം കുറച്ച് പച്ചക്കറിയും വാങ്ങിച്ചിട്ടുണ്ട്. പച്ചക്കറിക്കൊക്കെ നല്ല വിലയായി. കൊണ്ടുവന്ന കാക്കടി നല്ലതല്ലെന്ന് തോന്നുന്നു. കാക്കടി നല്ലതല്ലെന്ന് തോന്നുന്നു, വലിയ കാക്കടിയാണ്. കാക്കടി, കോവയ്ക്ക, മിക്സ് ഭാജി, എരിവ് കുറവുള്ള പച്ചമുളക്, കറിവേപ്പില, പയർ, വെണ്ടയ്ക്ക, ക്യാരറ്റ്, ഇത് സ്വീറ്റ് പൊട്ടറ്റോ, മത്തങ്ങ, ബീറ്റ്റൂട്ട്. അന്നേരം നമ്മുടെ മീൻകറിയൊക്കെ വറ്റി വന്നായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.